ഭക്ഷണം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ നല്ല മികച്ച രീതിയിൽ, വലിയ തിരക്കൊന്നുമില്ലാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വിഭവങ്ങൾ ചോറ്, സാമ്പാർ, രസം, അവിയൽ, വൻപയർ കറി, അച്ചാർ, പിന്നെ പായസം ഉൾപ്പെടെയാണ് നമ്മൾ ഒരു 1300ഓളം പേർക്കുള്ള ഭക്ഷണമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതിലൊരു 950ഓളം കുട്ടികൾ തന്നെയുണ്ട്. പിന്നെ മറ്റ് ഓഫീഷ്യൽസ് എല്ലാവർക്കും തികയത്തക്ക രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. ചേർത്തലയിൽ നിന്നുള്ള ഒരു രാജേഷ് കുമാറും അവരുടെ ടീമുമാണ് പല കലോത്സവങ്ങളിലെ ഭക്ഷണം പാചകം ചെയ്ത് പരിചയ സമ്പത്തുള്ള വ്യക്തികളാണ് നമുക്ക് വേണ്ടി പാചകം തയ്യാറാക്കുന്നത്. ഇന്ന് സ്പെഷ്യലായിട്ട് പായസമുണ്ട്.
ഈ നോൺ വെജ് വല്ലതും കൊടുക്കാനായിട്ട് ഉദ്ദേശമുണ്ട്? നോൺ വെജ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഉദ്ദേശമില്ല, കാര്യം എല്ലാവർക്കും കഴിക്കുക എന്നുള്ളതാണ് വെജിറ്റേറിയൻ ആക്കിയിരിക്കുന്നത്. എന്നാലും വളരെ വിഭവസമൃദ്ധമായിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എല്ലാവരും ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട്. അടിപൊളി ഭക്ഷണമായിരുന്നു, നല്ല രുചി. ഇന്ന് പായസം കൂടിയുണ്ട്, അപ്പോൾ സ്പെഷ്യലാണ് ഇന്നത്തേത്. അതെ, കഴിഞ്ഞ ദിവസങ്ങളിലും കഴിച്ചിരുന്നു, നല്ല ഉഗ്രനായിരുന്നു. സന്തോഷം. ഞങ്ങളിപ്പോൾ TTI സ്റ്റുഡൻസ് ആണ്, TTC പഠിച്ചുകൊണ്ട്. നിങ്ങളിത് ചെയ്യാനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഭക്ഷണം വിളമ്പുന്നതാണോ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതാണോ ബുദ്ധിമുട്ട്? രണ്ടും നല്ലതാണ്, കുഴപ്പമില്ല. ഈ ഒരു ഇതിന് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല? ഇല്ല, ഹാപ്പിയാണ്. ഓക്കെ, എന്താണ് സിസ്റ്ററെ ഈ കുട്ടികളോടൊപ്പം ചേർന്ന് ഈ ഒരു ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ? വളരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു സേവനമായിട്ടാണ് തോന്നുന്നത്. പഠിപ്പിക്കുന്നതോടൊപ്പം ഇത് തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല സന്തോഷമുണ്ട് ചെയ്യാൻ. എങ്ങനെയുണ്ട് പിള്ളേർ പായസമൊക്കെ കഴിച്ചിട്ട് എന്ത് പറയുന്നത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം കുടിച്ചത് പായസമാണ്. പക്ഷേ ഇവിടെ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിക്കൊണ്ടാണ് കലോത്സവ വേദിയിലെ പാചകപ്പുര അതിമനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നത്. എല്ലാവരെയും തൃപ്തരാക്കിക്കൊണ്ട് ചോറ് മുതൽ സാമ്പാർ, അവിയൽ, പയറുകറി, രസം, അച്ചാറ്, പായസം, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ വിഭവങ്ങൾ അത് രാവിലെയുള്ള ചായകുടി മുതൽ ഇങ്ങ് തുടങ്ങുകയാണ്. പാചകപ്പുരയും മനോഹരമായിട്ട് മുന്നേറുകയാണ്. ഭക്ഷണം കഴിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഏതായിരുന്നാലും പായസം നന്നായിട്ടുണ്ട്. എന്താണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? നമ്മളെ ഭക്ഷണം എങ്ങനെയുണ്ട്? എന്ത് പറയുന്നു? എന്തൊക്കെയുണ്ട് വിഭവങ്ങൾ? എന്തൊക്കെയാണ് അത് പറയാനറിയാൻ പാടില്ല. ചെറുപയറുണ്ട്, ചെറുപയറല്ലല്ലോ, വൺപയർ. വൺപയർ. വീട്ടിൽ കിട്ടുന്ന ഭക്ഷണമൊക്കെ തന്നെയാണോ ഇത്? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. നല്ല ഭക്ഷണമാണ്, നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം തൃപ്തിയാണ്. തൃപ്തിയാണ്, ടേസ്റ്റുമാണ്. എന്താണ് മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിലെ കലോത്സവത്തിന് ഇതൊരുക്കുമ്പോൾ എത്ര വർഷമായി ഇത്തരത്തിൽ ഒരു ഈ പ്രോഗ്രാമിനായിട്ട് ഇറങ്ങിയിട്ട് ഇത് ആദ്യമായിട്ടാണ്. കലോത്സവം ചെയ്യുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. അല്ലാതെയുള്ള കാറ്ററിംഗ് വർക്കുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഇത് നല്ലൊരു അനുഭവമായിട്ട് തോന്നുന്നു. കാര്യമെന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമാണ് കലോത്സവ വേദിയിൽ ഇതുപോലൊരു കാറ്ററിംഗ് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ വളരെ അഭിമാനം തോന്നുന്നു. അപ്പോൾ ഞങ്ങളത് ഞങ്ങളുടെ മനസ്സറിഞ്ഞ് തന്നെയാണ് അത് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും അത്രയ്ക്ക് ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, നല്ല രീതിയിൽ തന്നെ. ഞങ്ങൾ ജോലി ചെയ്യാനായിട്ട് 5 പേരുണ്ട് സർ.